നമുക്ക് വന്നിട്ടുള്ളത് 2017 പോളാണ് കേട്ടോ. ഈ 2017 പോളോയിൽ നമുക്ക് WRCൻ്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വർക്ക്സാണ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2017 മോഡൽ പോളോ. ഈ വണ്ടിയിൽ നമ്മൾ WRC കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിത്ത് DRL കേട്ടോ. അപ്പോൾ ഓൾറെഡി ബമ്പർ ഇതിൽ കയറ്റി വെച്ചിട്ട് കണ്ടോ. പിന്നീട് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ഗ്ലോസി ബാക്കിലുള്ള അതിൻ്റെ കവേഴ്സും വരും. അതേപോലെ ലോവർ ഗ്രില്ല്, ഈ ഒരു പോർഷനിൽ ലോവർ ഗ്രില്ല് വരാനുണ്ട്. അതേപോലെ തന്നെ ഗ്രില്ല് ഇത് അപ്പർ ഗ്രില്ലാണ്, ഇവിടെ ഒരു ലോഗോ വരും. അതേ ഒരു വോക്സ്വാഗൻ്റെ ലോഗോ ഈ സെൻട്രൽ പോർഷനിൽ വരാനുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ചധികം ഫിറ്റിങ്സും കാര്യങ്ങളും ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. സൈഡ് പോർഷനിൽ വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് സ്കേർട്ട് നമ്മളെ കിറ്റിൽ ഇൻക്ലൂഡാണ്. അതെന്തായാലും നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് കാണാം. ദെൻ റിയർ പോർഷനിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബമ്പറാണ് നിലവിലുള്ളത് കേട്ടോ. ഇതിനൊരു റിഫ്ലക്ടറും കൂടി ഈ ഒരു പോർഷൻ റിഫ്ലക്ടർ വരും. അതേപോലെ ഇവിടെ ഒരു ഡിഫ്യൂസർ പോർഷനും നമുക്ക് ഈ ഒരു ബമ്പറിൽ വരും. അതേപോലെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു 3-pin ഡിഫ്യൂസറും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു OE ടൈപ്പ് ടൈൽ ലാംപ്സ് ആണുള്ളത്. നമ്മൾ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. Q2 ടൈപ്പ് ടൈൽ ലാമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ സ്പോയിലർ അത് മേ ബി ചിലപ്പോഴേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്പോയിലറും അപ്ഡേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വണ്ടിയിൽ ചെയ്യാനുള്ളത് കേട്ടോ. നിലവിൽ നോക്കുമ്പോൾ നമുക്ക് WRC കിറ്റും അതേപോലെ ടൈലാമ്പും സ്പോയിലർ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. WRC ഫുൾ കിറ്റാണ് ചെയ്യുന്നത്, ഫ്രണ്ടും ബാക്കും സൈഡും. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ സ്പ്രിങ് നമ്മൾ കുറച്ച് മുന്നേ ഇൻസ്റ്റാൾ ചെയ്താൽ കേട്ടോ. അത് കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മൾ മെറ്റീരിയൽ നമ്മളതിന് കൊടുത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്താലോ. ഫൈനലി നമ്മളൊരു പോളോ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം അപ്ഡേഷൻസ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡ് ലാമ്പ് എന്ന് തുടങ്ങാം. ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. വളരെ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കാണ് നമ്മുടെ ഹെഡ് ലാമ്പിന്. ഈ ഒരു പോർഷനിൽ കണ്ടോ ഒരു ഡയറക്റ്റ് DRL നമുക്ക് വരുന്നുണ്ട്. പിന്നെ ലോ ബീമും ഹൈ ബീമും രണ്ടും നമുക്ക് LED ബൾബ്സ് ഇൻക്ലൂഡാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ കണ്ടോ ജസ്റ്റ് ഒരു റെഡ് ഐലിഡ് നമുക്ക് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വന്നിട്ട് കണ്ടോ ഈ ഒരു അണ്ടർ പോർഷൻ, ഈ ഒരു കോർണറിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ WRC കിറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് DRLും വിത്തൗട്ട് DRLും WRC കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ വണ്ടിയിൽ നമ്മൾ വിത്ത് DRL ആണ്. ഒരു DRL നമുക്ക് മെട്രിക്സ് ടൈപ്പാണ്. നമ്മൾ ഓണാകുന്ന സമയം ജസ്റ്റ് ഒന്ന് മെട്രിക്സ് ഒന്ന് സ്കാൻ ചെയ്യും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബമ്പർ WRCയുടെ ഒരു സെൻറ്റർ പോർഷൻ കണ്ടോ, ലോവർ ഗ്രിൽ യൂണിറ്റ് കണ്ടോ, അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രിൽ യൂണിറ്റാണ് നമുക്ക് WRC വരുന്നത്. പിന്നീട് നമ്മൾ ഒരു മെയിൻ ഗ്രില്ല്, അതായത് അപ്പർ ഗ്രില്ല് വരുമ്പോൾ നമ്മൾ ആ ഒരു ബേഡ്ജ് നമുക്ക് ക്രോമാണ് വരിക. അത് നമ്മൾ ഡീക്രോം ചെയ്തിട്ട് ആ ഒരു മാച്ചിലേക്ക്, അതായത് ബ്ലാക്കിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒരു നമ്പർ പ്ലേറ്റ്സും ഈ ഒരു വണ്ടിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടർ കോർണർ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മളൊരു ബ്ലാക്കിലേക്കാണ്. കാരണം ആ ഒരു ലിപ്പ് പോർഷൻ നമ്മൾ ആ ഒരു ബ്ലാക്കിലേക്കാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തത്. മെയിൻ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു WRC കിറ്റും അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റുമാണ് ഈ ഒരു വണ്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ.
പോർഷനിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു 17 ഇഞ്ച് അലോയ്സ്, അത് ഓൾറെഡി വണ്ടിയിൽ ഉള്ളൊരു അലോയ്സ് ആണ് കേട്ടോ. പിന്നീട് നമ്മളൊരു കിറ്റിൽ വരുന്ന ഒരു സൈഡ് സ്കേർട്ട് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു ബോഡി കളർ കണ്ടിന്യൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂഫ് ടോപ്പ് കണ്ടോ, ഈ വണ്ടിയുടെ റൂഫ് ടോപ്പ് നമ്മൾ വൈറ്റ് ആയിരുന്നു, അത് നമ്മൾ ബ്ലാക്കിലേക്ക് ഡുവൽ ടോണായിട്ട് ബ്ലാക്കിലേക്ക്, അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡുവൽ ടോണിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. ദെൻ നമ്മൾ റിയർ പോർഷനിൽ വരുമ്പോൾ നമ്മളൊരു സ്പോയിലർ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു പിയാനോ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ, വോൾഫ് ടൈപ്പ്. പിന്നീട് നമ്മൾ F&Fൻ്റെ ഒരു ഇൻസ്റ്റാ ID ആ ഒരു ബേഡ്ജിങ് നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ ഈ ഒരു ഡിക്കിയിൽ വരുന്ന നമ്മളൊരു വോക്സ് വാഗൻ്റെ ബാഡ്ജ് നമ്മളത് ഡീക്രോം ചെയ്തിട്ടുണ്ട്, ക്രോമിലായിരുന്നു, അത് നമ്മൾ ഡീക്രോം ചെയ്തു. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു TSIയുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വണ്ടി മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, കട്ട് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ റിയർ ബമ്പർ കണ്ടോ, റിയർ ബമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഒരു 3-pin ഡിഫ്യൂസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതൊരു മാറ്റ് ഫിനിഷ് വരിക, നമ്മളതൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലൊരു ക്യാം, നമ്മൾ DVR സിസ്റ്റം ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ക്യാമാണ് ഈ കാണുന്നത്, ഫ്രണ്ട് ക്യാം ഞാൻ പറയാൻ വിട്ടതാണ് കേട്ടോ. പിന്നീട് നമ്മൾ അക്രാപോയിക്കിൻ്റെ ഷോർട്ട് ടിപ്പ് വിത്ത് കാർബൺ ഡുവൽ ഡിപ്പും നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നീട് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈലാമ്പാണ്. Q2 റെഡിൽ ഫിനിഷുള്ള ഒരു ടൈലാമ്പ് യൂണിറ്റും നമ്മളൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ. WRC കിറ്റ്, അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, അതേപോലെ റൂഫ് കംപ്ലീറ്റ് നമ്മൾ ഒരു ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയറിൽ നോക്കുമ്പോൾ അക്രാപോക്കിൻ്റെ ഡുവൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3-pin ഡിഫ്യൂസർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് വലിയ ഇൻറ്റീരിയറൊന്നും വലിയൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വർക്കുകൾക്കും കാര്യങ്ങൾക്കും ആയിട്ട് നിങ്ങൾ ഞങ്ങളെ F&F മോട്ടോർസ്പോർട്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.